ഇപ്പം ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങളിവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ റൈറ്റ് ബട്ടൺ അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരു സാധനം കണ്ടോ ചെറുതായിട്ട്, ഇതിനപ്പുറമാണ് മിനി ടൂൾ ബാർ എന്ന് പറയുന്നത്. ഇതിനപ്പുറമാണ് മിനി ടൂൾ ബാർ. കണ്ട, നിങ്ങൾക്ക് സാധാരണ ചെയ്യണ കാര്യങ്ങൾ ഇതിൽ ചെയ്യാൻ പറ്റും. ഇവിടെ അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും ബോൾഡ് ആക്കുകയാണെങ്കിൽ ബോൾഡ് ആക്കുക. ഇവിടെ ക്ലിക്ക് ചെയ്താൽ പുറത്ത് വേറെ ഏതെങ്കിലും സെല്ലിൽ ക്ലിക്ക് ചെയ്ത് അത് പോകും. നിങ്ങൾ എവിടെയെങ്കിലും ക്ലിക്ക് ചെയ്ത് അടിച്ചു കഴിഞ്ഞാൽ അവിടെ വരും. കണ്ട, മുകളിൽ കണ്ട, ഇതിനപ്പുറമാണ് മിനി ടൂൾ ബാർ എന്ന് പറയുന്നത്. കണ്ട, ഇവിടെ വന്നിട്ട് കണ്ട, ഇതിനപ്പുറമാണ് മിനി ടൂൾ ബാർ. മുകളിൽ ചെയ്തിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഇവിടെ നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസിലി ആക്സസിബിൾ ആവും. വെറുതെ ഇവിടെ എവിടെയെങ്കിലും വെറുതെ ക്ലിക്ക് ചെയ്താൽ മതി. കണ്ട, മുകളിലുള്ള സാധനം പോകും. നിങ്ങൾക്ക് ഇവിടെ തന്നെ ഉപയോഗിക്കാം. ക്ലിയർ ആയോ? ആർക്കെങ്കിലും ഇല്ല? മിനി ടൂൾ ബാർ എന്ന് പറയും. ഓക്കെ, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് ഫോർമാറ്റ് സെൽ എന്ന് പറയും. ഫോർമാറ്റ് സെൽ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു, കൺട്രോൾ 1 എന്ന് അടിച്ചു കഴിഞ്ഞാൽ ഫോർമാറ്റ് സെല്ല് കിട്ടും. അല്ലെങ്കിൽ ഡയലോഗ് ലോഞ്ചിലൂടെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഫോർമാറ്റ് സെല്ല് കിട്ടും. എല്ലായിടത്തും ഫോർമാറ്റ് സെല്ല് കിട്ടും. ഓക്കെ, അതുപോലെ തന്നെയാണ് നമുക്കിപ്പോൾ ഫോർമാറ്റ് സെല്ലിലുള്ള വേറൊരു, ഇവിടെ വേറൊരു സാധനം ഉണ്ടായിരുന്നു. ഫിൽ കളർ. ഫോർമാറ്റ് സെൽ നമ്പർ അലൈൻമെന്റ്. ഇവിടെ മിസ്സാക്കി. ഓക്കെ, ഇവിടെ നമ്മൾ ഫോർമാറ്റ് സെൽ എടുക്കുന്നു. ഇവിടെയാണ് ഇവിടെയാണ് കറക്റ്റ്. ഇവിടെ നമ്മൾ ഫോർമാറ്റ് സെൽ എടുത്തു. എല്ലാവരും ശ്രദ്ധിക്കാം. ഫോർമാറ്റ് സെല്ലും നമുക്കറിയാം, ഇവിടെ റാപ്പ് ടെക്സ്റ്റ് കൊടുത്താൽ ഉണ്ടാവുന്ന സംഭവം കണ്ട ഒരുമിച്ച് വരും. നിങ്ങൾക്ക് അത് ഒന്നും കൂടി കുറച്ചും കൂടി വലിപ്പം കൂട്ടിയാൽ മതി. ഇവിടെ ഒന്നും കൂടി കുറച്ചാൽ മതി. ഓക്കെ, നിങ്ങൾ അതനുസരിച്ച് കുറച്ചും കൂടി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ കാണിച്ചു. ഓക്കെ, ഇവിടെ ഇനി ഞാൻ കാണിച്ചു തരാം. ഫോർമാറ്റ് സെൽ എടുക്കാം. ഈ ഫോർമാറ്റ് സെല്ലില് നമുക്കിവിടെ പല കാര്യങ്ങളുണ്ട്. ഈ ഫോർമാറ്റ് സെല്ലും ഈ ജസ്റ്റിഫൈ ആയിട്ട് കുറച്ച് കണക്റ്റഡ് ആണ്. ജനറൽ എടുത്താൽ ഇവിടെ ജനറൽ വരും. ഇനി വീണ്ടും കൺട്രോൾ 1 എടുക്കുക. കൺട്രോൾ 1 എടുത്തു കഴിഞ്ഞാൽ ലെഫ്റ്റ് ഇൻഡന്റ് കൊടുത്താൽ ലെഫ്റ്റ് ഇൻഡന്റ് ആയിട്ട് കാണിക്കും. മനസ്സിലായോ? നിങ്ങൾക്കത് ഒന്നും കൂടി അത് അറിയണമെങ്കിൽ കുറച്ചും കൂടി ചെറുത് എടുക്കാം. ചെറുതെടുത്തിട്ട് ഇന്റർനെറ്റ് കാണിക്കാം. ഓക്കെ, ഇന്റർനെറ്റ് കാണിച്ച് ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ ഇതിന്റെ ഫോർമാറ്റ് സെൽ എടുക്കാം. ഫോർമാറ്റ് സെൽ എടുക്കാനുള്ള ഓപ്ഷനാണ് കൺട്രോൾ 1. ഓക്കെ, നമുക്ക് ഇനി ലെഫ്റ്റ് ഇൻഡന്റ് കൊടുക്കാം. ലെഫ്റ്റ് ഇൻഡന്റ് കൊടുത്താൽ അത് ലെഫ്റ്റിലേക്ക് പോകും. കണ്ട, ഇത് ലെഫ്റ്റിലേക്ക് പോകും. സാധാരണ നമുക്ക് അറിയുന്നുണ്ടെങ്കിൽ ഈ ഫോർമാറ്റ് സെൽ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഫോർമാറ്റ്. ലെഫ്റ്റ് ഇൻഡന്റ് കൊടുത്ത് സെൻറ്റർ കൊടുക്കാം. സെൻറ്റർ കൊടുത്താൽ സാധനം സെൻറ്ററിലേക്ക് വരും. നമ്മൾ മുകളിൽ ചെയ്യുന്ന പോലെ കുറേ കൂടി കാര്യങ്ങൾ നമുക്ക് ഫോർമാറ്റ് സെല്ലിൽ ചെയ്യാം. വീണ്ടും നിങ്ങൾ കൺട്രോൾ 1 അടിക്കുക. കൺട്രോൾ 1 അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ റൈറ്റ് ഉണ്ട്, ഫില്ലുണ്ട്. ഫില്ലിന്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ എന്താണ് ഫില്ല് എന്ന് ചോദിച്ചാൽ, ഇപ്പൊ ഞാൻ ഇവിടെ ഇന്റർനെറ്റിൽ നിന്ന് ഇട്ടല്ലോ. ഇന്റർനെറ്റിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഫോർമാറ്റ് സെൽ അടിക്കാം. ഫോർമാറ്റ് സെൽ അടിച്ചിട്ട് ഫില്ല് കൊടുക്കാം. അപ്പൊ ആ കോളം നിറച്ചത് ഫില്ലായിട്ടുണ്ടാവാം. കണ്ട, ഇന്റർനെറ്റ് 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 ഇങ്ങനെ എഴുതും. ഇനി നിങ്ങളിത് ഒന്നും കൂടി നീട്ടം വെച്ചു, അപ്പൊ ഒന്നും കൂടി ഓട്ടോമാറ്റിക്കലി ഫില്ലാവും. കണ്ട, മനസ്സിലായി? അത് ചില സാഹചര്യങ്ങൾ നിങ്ങൾക്ക് ഉപയോഗിക്കേണ്ടി വരേണ്ടതാണ്. അത് ഞാൻ പല സാഹചര്യങ്ങളുണ്ട്. ക്ലിയർ? അപ്പൊ നിങ്ങൾ അനുസരിച്ച് അത് വരില്ല. ഇതിന് പ്രത്യേകത. കാരണം ഈ സെല്ലിന് നമ്മൾ ആ എഫക്ട് കൊടുത്തിട്ടില്ല. ഈ സെല്ലിന് നമ്മൾ എഫക്ട് കൊടുത്താൽ അങ്ങനെ വരും. ഈ സെല്ലിന് നമുക്ക് ഈ സെല്ലിന് പഴയ പോലെ ഇത് ഫോർമാറ്റ് കളയണമെങ്കിൽ ക്ലിയർ ഫോർമാറ്റ് അടിച്ചാൽ മതി. അപ്പോൾ ഒരെണ്ണമായിട്ട് വരും.
ക്ലിയർ ആവുണ്ടോ? എന്താണ് ഫില്ല് മനസ്സിലായോ? ഇല്ല. ഓക്കെ, ഇതുമ്മ ക്ലിക്ക് ചെയ്ത് നമ്മൾ ജസ്റ്റിഫൈ അടിച്ചാൽ അതാണ് റാപ്പ് ടെസ്റ്റും ജസ്റ്റിഫൈയും തമ്മിൽ കണക്റ്റഡ് ആണ്. ഇപ്പൊ ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്ത് ജസ്റ്റിഫൈ അടിച്ച് കഴിയുമ്പോൾ ഉണ്ടാവുന്ന വ്യത്യാസം കാണിച്ചു തരാം. ജസ്റ്റിഫൈ അടിക്കുക, കണ്ടോ? ഇത് കുറച്ചും കൂടി ഇതിന്റെ അലൈൻമെന്റ് കാര്യങ്ങളൊക്കെ ഒന്നും കൂടി സെറ്റ് ആക്കി തരും നമുക്ക്. അതാണ് ജസ്റ്റിഫൈ. ഇനി നിങ്ങൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ സെന്റർ എക്രോസ് സെലക്ഷൻ ഉണ്ട്. സെന്റർ എക്രോസ് സെലക്ഷൻ ഞാൻ പറഞ്ഞുതരാം. ഡിസ്ട്രിബ്യൂട്ടഡ് ഇന്റന്റ് ഉണ്ട്. ഡിസ്ട്രിബ്യൂട്ടഡ് ഇന്റന്റ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ കണ്ട ഇതൊന്നും കൂടി ഫുള്ളായിട്ട് ഇങ്ങനെ കാണിച്ചു തരാം. ക്ലിയർ ആവുണ്ടോ? ഡിസ്ട്രിബ്യൂട്ടഡ് ഇന്റന്റ്. ഇനി അതുപോലെ തന്നെയാണ് ഫോർമാറ്റ് സെല്ലില് ഡിസ്ട്രിബ്യൂട്ടഡ് സെന്റർ എക്രോസ് സെലക്ഷൻ. സെന്റർ എക്രോസ് സെലക്ഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മളിവിടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് എഴുതി. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ ഈ മൂന്നിന്റെ ഇങ്ങനെ ഹെഡിങ് കൊടുത്തിട്ട് സെന്റർ എക്രോസ് സെലക്ഷൻ കൊടുക്കാം. സാധാരണ മെർജ് ചെയ്താലല്ലേ സെന്ററിൽ വരൂ. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഫോർമാറ്റ് സെലക്ട് കൊടുത്തിട്ട് സെന്റർ എക്രോസ് സെലക്ഷൻ കൊടുക്കാം. കണ്ടോ? അപ്പൊ ഡിജിറ്റൽ മാർക്കറ്റ് ഇവിടെ സെന്ററിൽ വന്നു. മെർജ് ആവാണ്ട് തന്നെ സെന്ററിൽ വന്നു. എന്താണെന്ന് മനസ്സിലായോ? സെന്റർ എക്രോസ് സെലക്ഷൻ ആർക്കൊക്കെ മനസ്സിലായി? മനസ്സിലായോ? ഇല്ല, പറയൂ. അതുകൊണ്ട് ഞാൻ പറയാൻ ശ്രദ്ധിക്കുക. ചിലത് നിങ്ങൾക്ക് ആ കോൺസെപ്റ്റ് ഉണ്ട്. ആ കോൺസെപ്റ്റ് ചില സാഹചര്യങ്ങളിൽ വരും. അതായത് ഇവിടെ നമ്മളിപ്പോ ഡിജിറ്റൽ എന്ന് എഴുതി. നമുക്കറിയാം ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ സെന്റർ കൊടുത്തു കഴിഞ്ഞാൽ സെല്ലിന്റെ സെന്ററിൽ വരും നോർമലി. നമുക്കിപ്പോ ഇത് നമ്മൾ മെർജ് ചെയ്തിട്ടില്ലല്ലോ. അപ്പൊ ഈ 4 കോളംസ് നമ്മളിവിടെ സെലക്ട് ചെയ്തു. അതാണ് സെന്റർ എക്രോസ് സെലക്ഷൻ. ഇവിടെ നമ്മൾ സെന്റർ എന്ന് കൊടുത്താൽ ഇവിടെ നമ്മൾ കൺട്രോൾ കണ്ണടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണു? സെന്റർ എക്രോസ് സെലക്ഷൻ കൊടുത്താൽ കണ്ടാൽ ഇവിടെ ഈ മൊത്തം നമ്മൾ എന്താണോ സെലക്ട് ചെയ്തിരിക്കുന്നത് അതിന്റെ സെന്ററിലേക്ക് വരും. മനസ്സിലായില്ലല്ലോ? വീണ്ടും കൺട്രോൾ 1 അടിക്കുക. കൺട്രോൾ 1 ആണ് അതിന്റെ ഷോർട്ട് കട്ട്. ഇനി നിങ്ങൾക്ക് ഇന്റന്റ് കൊടുക്കാം. ഇന്റന്റ് കൊടുക്കണ അനുസരിച്ച് അത് വ്യത്യാസം. കണ്ട ലെഫ്റ്റിലേക്ക് അത്ര വന്നു. വീണ്ടും കൺട്രോൾ 1 അടിക്കുക. നിങ്ങൾക്ക് അത് 0 ആക്കിയിട്ട് കഴിഞ്ഞാൽ വീണ്ടും അത് സെന്ററിൽ കിടക്കണ്ടാവും. വീണ്ടും കൺട്രോൾ 1 ലെഫ്റ്റ് ഇന്റന്റ് ആണ് കിടക്കണം. അതുകൊണ്ടാണ് അതിനാണ് സെന്റർ എക്രോസ് സെലക്ഷൻ കൊടുക്കുക. അത് വരും. ക്ലിയർ ആയോ? ഓക്കെ, എല്ലാവരും ഞാനിപ്പോ നിങ്ങൾക്ക് ഒന്നും കൂടി ചെയ്യാൻ സമയം തരാം. നിങ്ങളത് എല്ലാവരും ചെയ്താലാണ് മനസ്സിലാവും. ഓക്കെ, ഇനി അടുത്തത് വീണ്ടും ഒരു സെല്ല് എടുക്കുക. കൺട്രോൾ ഇതെടുക്കാം. അടുത്ത് വെർട്ടിക്കലായിട്ടുള്ളത് പറ്റും. ഓക്കെ, വെർട്ടിക്കലായിട്ട് നിങ്ങൾ ഒരു ടെക്സ്റ്റ് എഴുതി കഴിഞ്ഞാൽ ഇപ്പൊ ഇന്റർനെറ്റ് എഴുതി വെർട്ടിക്കൽ എഴുതി. വെർട്ടിക്കൽ ഇടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് വെർട്ടിക്കൽ ടെക്സ്റ്റ്? ഇതാണ് വെർട്ടിക്കൽ ടെക്സ്റ്റ് അല്ലേ? അപ്പൊ നമുക്ക് വേണമെങ്കിൽ വെർട്ടിക്കൽ ടെക്സ്റ്റ് കുറച്ചും കൂടി ഇതിനെ താത്തിടാം. അപ്പൊ ഇത്ര ഒരു ഗ്യാപ്പ് കൂടെ വെർട്ടിക്കൽ ടെക്സ്റ്റിന് വന്നിട്ടുണ്ട് അല്ലെ? ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ വീണ്ടും കൺട്രോൾ I അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ വെർട്ടിക്കൽ ടെക്സ്റ്റ് ഉണ്ട്. ബോട്ടം ഇൻഡന്റ് സെന്റർ. ഇത് നമുക്ക് സെന്റർ കൊടുക്കാം. സെന്റർ കൊടുത്താൽ അതിന്റെ സെന്ററിൽ വന്നിട്ടുണ്ടാവും. കണ്ട സെന്ററിൽ വന്നു. അവിടെ പറഞ്ഞിട്ടുണ്ട് വെർട്ടിക്കൽ ആയിട്ടുള്ളതിന് മാത്രമുള്ള എഫക്റ്റുകളാണ്. മനസ്സിലായില്ലോ? മനസ്സിലായോ? മനസ്സിലായി. കുറെ ഉണ്ട് ഇതില്. നിങ്ങള് ശരിക്കും ചെയ്ത് പഠിച്ചാലാണ് പ്രൊഫഷണലി നിങ്ങൾക്കിത് ചെയ്യാനും പറ്റുള്ളൂ. പ്രൊഫഷണൽ ഒരു ഡേറ്റ എടുത്തിട്ട് നമ്മള് ഇതിന്റെയൊക്കെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യണു. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് പല ഡേറ്റകൾ വരുന്നു. അതിന് നമ്മൾ കൃത്യമായിട്ട് അനലൈസ് ചെയ്യണു. നമ്മൾ ആ റിപ്പോർട്ട് എന്ത് ചെയ്യണു? നമ്മുടെ ക്ലയന്റിന് കാണിക്കുന്നു. ക്ലയന്റായിട്ട് മീറ്റിംഗ് നടത്തും. കൃത്യമായി നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കാം, അലൈൻ ചെയ്യാം. ഇതൊക്കെ നിങ്ങൾ ചെയ്യണം. ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ് ഇതെന്നും പറഞ്ഞുകൊണ്ടിരുന്ന ആ കാലഘട്ടമൊക്കെ പോയി. എല്ലാ കാര്യങ്ങളും ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്കില്ലാണ്.
ഓക്കെ, ഇത് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ച് കൃത്യമായിട്ട് അതിൻ്റെ കൂടെ ക്ലബ്ബ് ചെയ്ത് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ കൂടെ ഡേറ്റകളൊക്കെ എടുത്ത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യുമ്പോൾ പല ഡേറ്റകളുണ്ട്, അതൊക്കെ എടുത്ത് നമ്മൾ പല ഡേറ്റകൾ എടുക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി നമ്മൾ ഗൂഗിൾ ആഡ്സ് ഒക്കെ പഠിക്കുമ്പോൾ ഗൂഗിൾ ആഡ്സ് ഒരുപാട് ഡേറ്റകളുണ്ട്. ആ ഡേറ്റകളൊക്കെ ഇതുപോലെ അലൈൻ ചെയ്ത് കൃത്യമായിട്ട് എടുത്ത് ക്ലയൻറ്റുകളെ അടുത്ത് കൃത്യമായിട്ടൊക്കെ പ്രസന്റ് ചെയ്യാം. എക്സൽ ഈസ് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അതാണ് അലൈൻമെന്റ്. ഇനി നിങ്ങൾക്ക് ഇത് ഞാൻ ഓൾറെഡി കാണിച്ചതാണ്. ഏത് ഈ റാപ്പ് ടെസ്റ്റ് നമ്മൾ വീണ്ടും കൺട്രോൾ അതാണ് ഷോർട്ട് കട്ട് ഉപയോഗിക്കാം. റാപ്പ് ടെസ്റ്റ് ടു മെർജ് സെൽ എടുക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ അടുത്ത് ചെയ്യാവുന്നതാണ് സ്ട്രിങ് ടു ഫിറ്റ് എന്നുണ്ട്. സ്ട്രിങ് ടു ഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മളതിനെ ഒന്നും കൂടി എന്താ പറയുക, സ്ട്രിങ് ചെയ്ത് ഒന്നുകൂടി ചെറുതാക്കിയിട്ട് ആ സെല്ലിന് സ്യൂട്ടബിൾ ആവുന്ന രീതിയിൽ നിങ്ങൾക്ക് ഇടാം. ഇതാണ് അതിലൊരു കണ്ടന്റ്. ഇപ്പൊ നമ്മൾ സ്ട്രിങ് ടു ഫിറ്റ് കൊടുത്താൽ വീണ്ടും കൺട്രോൾ 1 അടിക്കുക. സ്ട്രിങ് ടു ഫിറ്റ് കൊടുത്താൽ ചെറുതായിട്ട് അതിൻ്റെ ഉള്ളിൽ തന്നെ കാണിക്കും. String to fit. String to fit വന്നില്ലല്ലോ, ആപ്പ് ടെസ്റ്റിലല്ല. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇരിക്കട്ടെ. എന്നിട്ട് സ്ട്രിങ് ടു ഫിറ്റ് കൊടുക്കാം. കണ്ട, ഇതുപോലെ ഇങ്ങനെ ചെറുതായിട്ട് കാണിക്കും, ചെറുതായിട്ട് അതിൻ്റെ അകത്ത് ചെയ്യും. മനസ്സിലായി? ഇപ്പൊ സ്ട്രിങ് ഫിറ്റും റാപ്പ് ടെസ്റ്റും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായി എല്ലാവർക്കും? ഇല്ല, ഒന്നുകൂടി പറയണോ? മനസ്സിലായി. സിമ്പിൾ ആണ്. നിങ്ങൾ എന്തായാലും ഇതിന്റെ റെക്കോർഡർ കിട്ടുമ്പോൾ ശരിക്കും ചെയ്യണം കേട്ടോ. റെക്കോർഡ് കിട്ടുമ്പോൾ ഇത് നോർമലി ഇത് റൈറ്റ് ടു ലെഫ്റ്റ് ടെക്സ്റ്റ് ഡയറക്ഷൻ, ലെഫ്റ്റ് ടു റൈറ്റ്, ചിലപ്പോൾ നിങ്ങൾ അറബിയോ അങ്ങനത്തെ ചില കാര്യങ്ങളൊക്കെ എഴുതുമ്പോൾ നിങ്ങൾക്ക് ആ ടെക്സ്റ്റിന്റെ ഡയറക്ഷൻ കൊടുക്കാം. ക്ലിയറാ? ഇപ്പൊ നോർമലി ലെഫ്റ്റ് റൈറ്റ് ടു ലെഫ്റ്റ് കൊടുക്കാം. ഓക്കെ, ഇപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ കൺട്രോൾ ഐ, ഇത് വേണമെങ്കിൽ റൈറ്റ് ടു ലെഫ്റ്റ് കൊടുക്കാം. ഓക്കെ അടിച്ചു. അപ്പൊ നമ്മൾ ഇവിടെ ടൈപ്പ് ചെയ്യുമ്പോൾ സെക്കൻഡ് ലെഫ്റ്റ് ടു റൈറ്റ് വരാത്ത ടെക്സ്റ്റ് ഡയറക്ഷൻ കോണ്ടെക്സ്റ്റ്. എനിക്ക് തോന്നുന്നത് എന്തോ അറബിക് ഇതിലൊക്കെ അവിടെ എഴുതുമ്പോഴാണ് അത് വർക്ക് ആവുള്ളൂ കേട്ടോ. ടെക്സ്റ്റ് ഡയറക്ഷൻ റൈറ്റ് ടു ലെഫ്റ്റ്, ലെഫ്റ്റ് ടു റൈറ്റ് കോണ്ടെക്സ്റ്റ്. പിന്നെ അറബി എഴുതുമ്പോ എന്തോ അങ്ങനെ എന്തോ അല്ലേ വരണേ. പോയി അലൈൻമെന്റ് കോണ്ടെക്സ്റ്റ് റൈറ്റ് ടു ലെഫ്റ്റ്, റൈറ്റ് ടു ലെഫ്റ്റ്. ഓക്കെ, സാധാരണ റൈറ്റ് എഴുതുന്നത് ലെഫ്റ്റിലേക്ക് വരുന്നതാണ്. എന്താ വരാത്തെന്ന് നോക്കട്ടെ കേട്ടോ. ഇനി നിങ്ങൾക്ക് ഇപ്പൊ അടുത്ത ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സാധനമാണ് ഇവിടെ തന്നെ. ഇവിടെ കണ്ട് ഈ സാധനം കൂടെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഡയറക്ഷൻ കൊടുക്കാം. ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനം. ഇതിനകത്ത് ഏത് ഫോണ്ടാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഡിജിറ്റൽ മാത്രം ഡിജിറ്റൽ എന്ന് എഴുതി കൺട്രോൾ ഐ കൊടുത്തു. കണ്ട, ഇങ്ങനെ നമുക്ക് വേണമെങ്കിൽ ഇഷ്ടമുള്ളിടത്ത് സെറ്റ് ചെയ്ത് വെക്കാം. ഓക്കെ അടിച്ചാൽ കണ്ട ഇതാണ് ഈ ഡയറക്ഷനിൽ തിരിക്കും. നമുക്ക് ഏത് അളവിൽ വേണോ അവിടെ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം. ഇത്ര ക്ലിയർ ആണോ? അലൈൻമെന്റ് ക്ലിയർ ആയോ? പറയൂ. അടുത്തതാണ് ഇതിലെ ഫോണ്ട്. ഫോണ്ട് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇത് അറിയുന്നതാണ്. അണ്ടർലൈനും കാര്യങ്ങളും സിംഗിൾ ഡബിൾ ഒക്കെ അറിയുന്നതാണ്. ഇതിലറിയാത്ത കാര്യങ്ങൾ എന്ന് പറയുന്നത് സ്ട്രൈക്ക് ത്രൂ ആണ്. നിങ്ങൾക്ക് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഇതിന് ഇവിടെ പ്രിവ്യൂ കാണിക്കും. കണ്ടോ? ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾക്ക് കണ്ട ഇവിടെ ഇങ്ങനെ കട്ടായിട്ട് കാണിക്കും.
ഇപ്പോൾ ഈ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഇവിടെ നമ്മൾ സെയിൽസ് റിപ്പോർട്ട് ഇട്ടു അല്ല, ഇവിടെ സെയിൽസ് റിപ്പോർട്ട് ഇട്ടു. ആ സെയിൽസ് റിപ്പോർട്ട് നിങ്ങൾക്ക് ഇപ്പോൾ അതിൻ്റെ സെയിൽസ് റിപ്പോർട്ട് ഇട്ടിട്ട് നിങ്ങൾക്കിപ്പോൾ ഇതിൻ്റെ ഒരു സ്ട്രൈക്ക് ചെയ്യണം. അപ്പോൾ വീണ്ടും നിങ്ങൾ കൺട്രോൾ അടിക്കുക. ഷോർട്ട് കീ ഒരിക്കലും മറക്കരുത്. കൺട്രോൾ 1 അടിക്കുക. നിങ്ങൾക്ക് സ്ട്രൈക്ക് കൊടുത്താൽ കണ്ട അവിടെ ആ സാധനം ഓക്കെ അടിച്ചാലാണ് ഇവിടെ റിഫ്ലക്റ്റ് ആവും. കണ്ട ഓക്കെ, സ്ട്രൈക്ക് ചെയ്തിടാം. ഇനി അടുത്തൊരു പ്രധാനപ്പെട്ടതെന്ന് വെച്ചാൽ ഇപ്പം നമുക്കിത് മനസ്സിലായി. ഇവിടെ എല്ലാനും ഒരു ഈ ഓരോ സെല്ലിലും ഇത് കറക്റ്റായിട്ട് ഫിറ്റ് ആയിട്ട് ഇരിക്കണില്ല എന്ന് വിചാരിക്കുക അല്ലേ. അപ്പം നമ്മൾ നോർമലി എന്ത് ചെയ്യും? അങ്ങനെ ഇരിക്കാത്ത സാഹചര്യം ഇവിടെ വന്ന് ഡബിൾ ക്ലിക്ക് ചെയ്യും. അങ്ങനെയല്ല എല്ലാവരും ചെയ്യാം. ഇപ്പോൾ സപ്പോസ് ഇവിടെ നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിവിടെ കറക്റ്റ് ആവും അല്ലേ. അപ്പോൾ നമുക്കൊരു ഒരു ഒരു 10-25 കോളം ഉണ്ട്, ഇതുപോലെ റോസ് ഉണ്ട്, കോളംസ് ഉണ്ട്. നമുക്ക് ഓരോന്നിലും പോയി ക്ലിക്ക് ചെയ്യുന്നതിന് പകരം നമുക്കൊരു ഷോർട്ട് കട്ട് കീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ ഇതേപോലെ ഒരുമിച്ച് വേണമെങ്കിൽ സെലക്ട് ചെയ്യാൻ എന്നിട്ട് ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ എല്ലാത്തിലും അത് എഫക്റ്റ് ആവും, എല്ലാ കോളത്തിലും സെറ്റ് ആവും. ഇപ്പം ഞാൻ പറഞ്ഞ ആർക്കെങ്കിലും മനസ്സിലായോ? ഇല്ല. മനസ്സിലായി സാർ മനസ്സിലായി. ഒന്നുകൂടി പറയൂ. അതായത് ഇപ്പൊ ഇവിടെ കണ്ടോ, ഓരോ ഈ കോളത്തിലൊന്നും സെയിൽസിലുള്ള സെയിൽസ് ഓൺ എന്നുള്ളത് കംപ്ലീറ്റ് വന്നിട്ടില്ല, ഇവിടെ വന്നിട്ടില്ല. അതുപോലെ ഇവിടെ പ്രൈസ് മൊത്തം കാണിച്ചിട്ടില്ല അല്ലേ. അപ്പൊ നമ്മൾ നോർമലി ഇവിടെ വന്ന് ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ കറക്റ്റ് കാണിക്കും. ഓരോ കോളത്തിൽ നമുക്ക് ഡബിൾ ക്ലിക്ക് ചെയ്യുന്ന പോലെ കണ്ടോ. പക്ഷെ അങ്ങനെ ഓരോ നമുക്ക് ഒരു 50 കോളം ഉണ്ട്. അതാ പറഞ്ഞ നമുക്ക് നിങ്ങൾക്കൊക്കെ ഒരു സ്ഥാപനത്തിലൊക്കെ ചിലപ്പോൾ ഒരു 10 ലക്ഷം ഡേറ്റയ്ക്ക് ആയിരിക്കും തരാം, 5 ലക്ഷം ഡേറ്റ. അപ്പോൾ നിങ്ങൾക്ക് ഓരോന്നെടുത്ത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ, ഇവിടെ ഒരുമിച്ച് സെലക്ട് ചെയ്യാൻ കൊണ്ടാകും. ഇവിടെ വേണമെങ്കിൽ ഒരുമിച്ച് സെലക്ട് ചെയ്തിട്ട് ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്താൽ എല്ലാ കോളത്തിനും കറക്റ്റ് ആപ്റ്റായിട്ട് സെറ്റ് ആയിട്ടിരിക്കും. മനസ്സിലായില്ലല്ലോ? സാർ മനസ്സിലായി. ഒരെണ്ണത്തിലാക്കുമ്പോ മീൻസ് എല്ലാത്തിലും മാറും ഇല്ലല്ലോ? മുകളിലുള്ളതിൽ വെച്ചിട്ട് മാറ്റിക്കൊണ്ടിരിക്കണ്ട എല്ലാത്തിന്റെയും. എല്ലാത്തിനും മാറിയില്ലോ. ശേ, എന്താ പറയാ, എന്താ ഇതുണ്ടോ ഇവിടെ സെയിൽസ് സോൺ കാണാൻ പറ്റണില്ലല്ലോ. ഞാൻ അടുത്ത് സെയിൽസ് മാൻ, നമ്മൾ ഇങ്ങനെയാണ് ഇരിക്കണമെന്ന് വിചാരിക്കും. അപ്പോൾ സെയിൽസ് മാൻ എന്നുള്ളത് കാണുന്നില്ല. ക്വാണ്ടിറ്റി ഇവിടെ മുകളിൽ ഇവിടെ ഇതുണ്ട് സെയിൽസ്. ഞാൻ അടുത്ത് പ്രൈസിന്റെ ഇവിടെ കൃത്യമായിട്ട് വരുന്നില്ല, ഇത്രേ ഉള്ളൂ. ടോട്ടൽ സെയിൽ ഇങ്ങനെയാണ് ഇരിക്കണേ അല്ലേ. അപ്പോൾ നിങ്ങളിത് ഓരോന്നിനും മുകളിൽ പോയി ക്ലിക്ക് ചെയ്താലാണ് ഇത് കറക്റ്റ് സൈസിൽ ഫിറ്റ് ആവും. അങ്ങനെ ഓരോന്നും ക്ലിക്ക് ചെയ്യണമെന്ന് പകരം നിങ്ങൾക്ക് ഒന്നല്ലെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ എല്ലാം സെലക്റ്റഡ് ആയിട്ട് ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്ത് എല്ലാ പേജിലേക്കും എല്ലായിടത്തേക്കും വന്ന് കണ്ടു. ഇവിടെ സെയിൽസ് ഓൺ ശരിയായി, സെയിൽസ്മാൻ ശരിയായി, പ്രൈസ് ശരിയായി, എല്ലാം ശരിയായി. ക്ലിയർ? ക്ലിയർ. നിങ്ങളത് ഇപ്പൊ ഞാൻ ഈ പറയുന്നത് നിങ്ങൾ തന്നെ ചെയ്യണമെല്ലാം. നിങ്ങൾ ചെയ്താലാണ് നിങ്ങൾക്ക് അതും മെമ്മറിയിൽ വരൂ. അല്ല, അപ്പൊ നിങ്ങൾക്ക് ഒരു ആവശ്യം വരുമ്പോൾ കിട്ടാൻ വേണ്ടിയാണ് നിങ്ങൾ തന്നെ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞത്. ഞാൻ അങ്ങനത്തെ ഒരു ടാസ്കുകൾ തരുന്നുണ്ട്. നാളെ ഞാൻ വലിയൊരു കുറെ ടാസ്കുകൾ തരുന്നുണ്ട്. ഇതൊരു ഐഡിയ ആയാലും ഏകദേശം. ഓക്കെ, ഇനി വീണ്ടും നമ്മൾ കൺട്രോൾ 1 അടിക്കുക. അപ്പൊ നമുക്ക് ഫോണ്ടിന്റെ നിങ്ങൾക്ക് സൂപ്പർ സ്ക്രിപ്റ്റ് സബ്സ്ക്രിപ്റ്റ് അറിയാമെന്ന് വിചാരിക്കണം. സൂപ്പർ സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ അത് ഇപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മൾ ഇവിടെ വേണമെങ്കിൽ ST2 നമുക്ക് വേണമെങ്കിൽ ST എന്ന് പറയുന്ന സാധനം വേണമെങ്കിൽ സൂപ്പർ സ്ക്രിപ്റ്റ് ആക്കാം. കണ്ട 1 ST മുകളിലേക്ക് പോയി. മനസ്സിലായോ? ഇല്ല. മനസ്സിലായോ? മനസ്സിലായി. വേറെ ആർക്കെങ്കിലും മനസ്സിലായി. മനസ്സിന് മനസ്സിലായില്ലല്ലോ? മനസ്സിലായി സർ, മനസ്സിലായി. ഓക്കെ, നേരത്തെ ഞാനല്ലായിരുന്നു അത് പറഞ്ഞത്. അതെ ഞാനും വിചാരിച്ചു. ഓക്കെ, സോറി. ഓക്കെ, ഇത് ഞാൻ പറയണ ഓരോ കാര്യം നിങ്ങൾ ചെയ്ത് സാധനം നിങ്ങളുടെ കയ്യിലേക്ക് ഇങ്ങോട്ട് വരണം. ഉദ്ദേശിക്കുന്നത് ഇതൊക്കെ ഓരോ സാഹചര്യങ്ങളിൽ ഉപയോഗിക്കേണ്ടി വരും 100%. വീണ്ടും കൺട്രോൾ 1 അടിക്കുക. കാരണം ഈ ഷോർട്ട് കട്ട് കീ ആണ്. ഈ ഫോർമാറ്റ് സെൽ ഇസ് വെരി 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 ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഞാൻ അലൈൻമെന്റ് ചെയ്തു. ഇനി അടുത്തതാണ് ബോർഡർ. നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ആവശ്യം എന്ന് പറയുന്നത് ഇപ്പം ഞാൻ കണ്ടു ഇവിടെ നിറച്ച് ചെയ്ത് വെച്ചേക്കാണ്. എനിക്കിത് വേണമെങ്കിലും ഒരുമിച്ച് ഒറ്റ ഇത് ചെയ്ത് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ക്ലിയർ ഫോർമാറ്റ് കൊടുക്കാം. കണ്ട, അപ്പം എൻ്റെ എല്ലാ ഫോർമാറ്റ് സാധനങ്ങളും ക്ലിയർ ആയി വരും. ഓക്കെ, മനസ്സിലായി?
അപ്പൊ ഞാൻ വേണമെങ്കിൽ എൻ്റെ റിപ്പോർട്ട് കാര്യങ്ങൾ അതേപോലെ തന്നെ വയ്ക്കും. ഇവിടെ നിന്ന് എനിക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങൾ അല്ലേ. അപ്പൊ ഞാൻ വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇത്ര മാത്രം എനിക്ക് സെലക്ട് ചെയ്ത്, ഇതൊക്കെ ഞാനിപ്പോൾ പഠിക്കാൻ വേണ്ടി ചെയ്തതാണ്. ഇത്ര മാത്രം സെലക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യണം, ക്ലിയർ കോണ്ടന്റ് കൊടുക്കുക, അല്ലെങ്കിൽ ക്ലിയർ ഓൾ കൊടുത്താൽ ഒക്കെ പോയി. ക്ലിയർ ഓൾ കൊടുക്കുക. ഇനി നിങ്ങൾ എന്തെങ്കിലും ക്ലിയർ ഫോർമാറ്റ് കൊടുത്തതാണെങ്കിൽ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ മെർജ് ചെയ്തിട്ട് ഇവിടെ അൺമെർജ് സെല്ല് അടിച്ചാൽ പോകും. അപ്പൊ അതൊക്കെ ഓക്കെ, എല്ലാം പഴയതുപോലെ ആയി. ഒരു സെക്കൻഡ് കൊണ്ട് പഴയതുപോലെ ആവും. ഈ ക്ലിയർ ഫോർമാറ്റ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ക്ലിയർ ഫോർമാറ്റ്, ക്ലിയർ കോണ്ടന്റ്, ക്ലിയർ ഓൾ, ക്ലിയർ കമന്റ്സ് ആൻഡ് നോട്ട്, ഇതൊക്കെ ഞാൻ ഇതിൽ കാണിച്ചു തന്നോ. കുറച്ചാഴ്ചക്ക് ഒരു ഐഡിയ കിട്ടണ്ടോ? ഓക്കെ, അടുത്തത് ക്ലിയർ. ഓക്കെ, അടുത്ത് നമ്മളിപ്പോൾ ഒരു ബോർഡർ ഉണ്ടാക്കി. ബോർഡർ ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ സപ്പോസ് ഇങ്ങനെ ഇരിക്കുകയാണെന്ന് വിചാരിക്കുക. നമ്മൾ കൺട്രോൾ 1 അടിച്ചു. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ ഒരു ഔട്ട്ലൈൻ കൊടുക്കാം. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ ഹെഡറിലെ ഇത് ഇങ്ങനെ ഒരു ക്രോസ് വരയ്ക്കാം. കണ്ട, ഇവിടെ ഒരു ക്രോസ് വരയ്ക്കാം. ക്ലിയറായോ? നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കളർ കൊടുക്കാം. നിങ്ങൾക്ക് റെഡ് കളർ കൊടുക്കാം. ഇനി നിങ്ങൾക്ക് അതിന് തന്നെ എന്തെങ്കിലും മോർ കളർ കൊടുക്കണമെങ്കിൽ മോർ കളർ കൊടുക്കാം. ഇഷ്ടമുള്ള കളർ വേണമെങ്കിൽ ഇവിടെ ചൂസ് ചെയ്യാം. ക്ലിയർ? ബോർഡർ ഒരു ഓക്കെ, ഇത് കൊടുത്താൽ ഇങ്ങനെ ഇരിക്കുന്നത്. ഓക്കെ, ഇതിന് കളർ വന്നില്ല. നിങ്ങൾ ചില എക്സൽ ഷീറ്റുകളുടെ റിപ്പോർട്ടിലൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ടാവാം. ഓക്കെ, ഓട്ടോമാറ്റിക് കളർ. ഓക്കെ, നിങ്ങൾക്കാണെങ്കിൽ റെഡ് കളർ കൊടുക്കാം. എന്താണ് കളർ വരാത്ത? ഇവിടെ കളർ ഫില്ല് ചെയ്താൽ മതി. ഓക്കെ, നമ്മൾ കൺട്രോൾ 1 അടിച്ചു. കൺട്രോൾ 1 അടിച്ചിട്ട് ഈ കളറാണ് കൊടുത്തെങ്കിൽ ഓക്കെ അടിക്കുക. ഓക്കെ അടിച്ചാൽ ആ കളറല്ല. ഓക്കെ, കളർ കൊടുത്തതിന് ഇങ്ങനെ നിങ്ങൾ പലയിടത്തും കണ്ടിട്ടുണ്ടാവാം. പല എക്സൽ ഷീറ്റ് റിപ്പോർട്ടുകളിൽ കണ്ടിട്ടുണ്ടോ ആരെങ്കിലും? ഇല്ല. ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഇതുപോലെ? ഇൻസൈഡ് കണ്ടിട്ട് ചില എന്തെങ്കിലും വലിയ റിപ്പോർട്ടുകൾ ചില ഭാഗത്തൊക്കെ ഇല്ലെങ്കിൽ അവർ ഇങ്ങനെയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടാവാം. ഓക്കെ, ഇനി അതുപോലെ തന്നെയാണ് ഫിൽ. ഈ ഫില്ലിലാണ് സോറി കേട്ടോ, ഈ ഫില്ലിലാണ് നമുക്ക് കളർ കൊടുക്കാൻ പറ്റാട്ടോ. ഇതെടുക്കുക, കൺട്രോൾ 1 അടിക്കുക, ഫില്ല് അടിക്കുക. ഫില്ല് നമുക്ക് ഇഷ്ടമുള്ള പാറ്റേൺ കളർ ചൂസ് ചെയ്യാം. പാറ്റേൺ സ്റ്റൈൽ ചൂസ് ചെയ്യാം. കണ്ടോ, ഓക്കെ അടിക്കാം. കണ്ട, അതിൻ്റെ ഒരു വേറൊരു സ്റ്റൈൽ വന്നു ഇപ്പോൾ. ഓക്കെ, ഇനി നിങ്ങൾക്ക് വീണ്ടും വേണമെങ്കിൽ ചെയ്യാം. കൺട്രോൾ 1 അടിക്കാം. വേറെ പാറ്റേൺ വേണമെങ്കിൽ ചൂസ് ചെയ്യാം. ഈ പാറ്റേൺ ചൂസ് ചെയ്യാം. ഇനി വേണമെങ്കിൽ ഫിൽ എഫക്റ്റ് കൊടുക്കാം. കണ്ടോ, വേണമെങ്കിൽ ഡയഗണൽ കണ്ടോ, അല്ലെങ്കിൽ ഫ്രം കോർണർ ഈ സ്റ്റൈൽ കൊടുക്കാം. ഇനി ഓക്കെ അടിച്ച് ആ സ്റ്റൈൽ വരും. കണ്ടോ, ഇങ്ങനെ ഇരിക്കുന്നത്. ക്ലിയർ? അതാണ് കൺട്രോൾ 1 എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഫില്ല് ചെയ്യാം. പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ പിന്നീട് അതിനെക്കുറിച്ച് ഒരു അഡ്വാൻസ് എടുക്കുമ്പോൾ ഞാൻ പറയാം എന്താണ് പ്രൊട്ടക്ഷൻ എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഇതാണ് കണ്ട, എല്ലാത്തിലും അലൈൻമെന്റ്, ഫോണ്ട്, ബോർഡർ, ഫിൽ. ഓക്കെ, ഇനി നമ്മൾ വേറൊരു പ്രധാനപ്പെട്ട സാധനമാണ് സെൽ സ്റ്റൈൽ ഉണ്ട്. അത് ഞാനിത് പറയാം. സെൽ സ്റ്റൈലും ഉണ്ട്, അതേപോലെ തന്നെ ഫോർമാറ്റ് പെയിന്ററും ഉണ്ട്. അതിൻ്റെ കുറച്ച് കാര്യം കൂടി ഞാനിത് പറയാം. അതിനു മുന്നേ നിങ്ങൾ ഈ സാധനം ഇതേപോലെ ഒന്ന് ആക്കാം. എല്ലാവരും ഇപ്പൊ തന്നെ ഇതുപോലെ ഒന്ന് ആക്കാം. ഓക്കെ, അതിന് മുന്നേ ഒരു സാധനം ഞാൻ വേണേൽ അതും കൂടി കുറച്ചും കൂടി ഇതും കൂടി കാണിച്ചു തരാം. കാണിച്ചു തന്നിട്ട് പ്രാക്ടീസ് ചെയ്താലും മതി. ഇനി എല്ലാവരും ശ്രദ്ധിക്കുക, ഫോർമാറ്റ് പെയിന്റർ എല്ലാവരും ഉപയോഗിക്കുന്നുണ്ടാവാം. ഇപ്പൊ സപ്പോസ് ഇതാണ് നമ്മുടെ ഒരു ഫോണിന്റെ കളർ, അല്ല ഒരു ഫിൽ കളർ. നമുക്കിപ്പോൾ ഇത് വേണമെങ്കിൽ നമ്മൾ ഫോർമാറ്റ് പെയിന്റർ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്താൽ അവിടെ വരും. ഇതെല്ലാവർക്കും അറിയുന്നതാണോ? അല്ല, അറിയാമോ? അതെ. ഇപ്പൊ നിങ്ങളിപ്പോ ഇവിടെ ഈ കളർ എടുത്തു. ഇനി നിങ്ങൾ വേറൊരു കാര്യം, ഇതെല്ലാവർക്കും അറിയാമെന്ന് അറിയില്ല. ഇപ്പൊ നിങ്ങൾ ഈ ഫോർമാറ്റ് പെയിന്റർ ഡബിൾ ക്ലിക്ക് ചെയ്യുക. കണ്ട, ഇനി നിങ്ങൾക്ക് എവിടെയൊക്കെ ക്ലിക്ക് ചെയ്യുന്നു അവിടേക്ക് ഇത് വരും. മറ്റേത് ഒറ്റ പ്രാവശ്യം വരുള്ളൂ.
ഇത് ആർക്കെങ്കിലും അറിയായിരുന്നോ? ഇല്ല സർ. ഇല്ല. സുൽഫി ഇതറിയായിരുന്നോ? ഇല്ല സർ. അറിയാം. അതാണ് ഡബിൾ ക്ലിക്ക് ചെയ്യുക. സിംഗിൾ ക്ലിക്കിലാണ് ഒറ്റ പ്രാവശ്യം കിട്ടുമോ. എവിടെയൊക്കെ നിങ്ങൾക്ക് ഫോർമാറ്റ് പെയിന്റർ വേണോ അവിടെയൊക്കെ ഉപയോഗിക്കാം. ക്ലിയർ? ഇനി അടുത്തത് ഇതെല്ലാവരും ഇപ്പൊ ചെയ്യണം കേട്ടോ. അതായത് നിങ്ങൾക്ക് റെക്കോർഡ് കിട്ടും. റെക്കോർഡ് കിട്ടുമ്പോൾ നിങ്ങൾ ഒന്നും കൂടി ശരിക്കും പ്രാക്ടീസ് ചെയ്യാം. ഞാൻ പറയുന്നു നാളത്തെ ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ഇതിന്റെ വേറെ ലെവലാണ് പഠിക്കുന്നത്. ഇതിന് വേറെ ലെവല്. അപ്പൊ നിങ്ങൾ ഈ ഇത്ര ദിവസത്തെ 2 ദിവസത്തെ ക്ലാസ് ശരിക്കും പ്രാക്ടീസ് ചെയ്താൽ വന്നാലാണ് നിങ്ങൾക്ക് നാളത്തെ കിട്ടൂ. ഓക്കെ. കാരണം നമ്മൾ ഓരോ ദിവസവും ഓരോ ടോപ്പിക് എടുത്തെടുത്തെടുത്തെടുത്ത് അവിടെ പോവാണ്. ഒരു ടോപ്പിക്ക് പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് വേറെ ടോപ്പിക്ക് പഠിക്കാൻ സമയം കിട്ടില്ല. ആ ടോപ്പിക്ക് തന്നെ അതുമാത്രം ടോപ്പിക് ഉണ്ട്. അപ്പോൾ ഞാൻ നിങ്ങളുടെ എല്ലാവരുടെ പറയുന്നുണ്ട്, ഒരു ഷോർട്ട് കട്ടും ഇല്ല. നിങ്ങൾക്ക് ഇതിൽ എക്സ്പെർട്ട് ആവണം, മാസ്റ്റർ ആവണം. നിങ്ങൾ കുറേ ടൈം എഫേർട്ട് ഇടണം. ക്ലാസ് കഴിഞ്ഞ് പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ്. ഒരു 2 ദിവസം പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ കയ്യിലേക്ക് സാധനങ്ങൾ വരില്ല. കാരണം ഇതുമായി കണക്ട് ചെയ്തിട്ടാണ് പവർ ബി ഐ. അപ്പൊ ഇത് അറിഞ്ഞാലാണ് പവർ ബി ഐ ചെയ്യാൻ പറ്റൂ. പവർ ബി ഐ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ പഠിക്കുന്ന ഒരു ബിസിനസ് അനലിറ്റിക്സിന്റെ കുറച്ച് ടൂളുകളും അതിൻ്റെ ഒരു സിസ്റ്റങ്ങളാണ്. അപ്പൊ അതും ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇതൊക്കെ കൂടി പഠിച്ചാലാണ്, അതാണ് ഡാറ്റ ഡ്രിവൺ എന്നൊക്കെ പറഞ്ഞത്. അതാണ് നിങ്ങൾക്ക് മാർക്കറ്റിൽ ജോബുകളും കാര്യങ്ങളൊക്കെ കിട്ടും. ഓക്കെ. ഇനി സെൽ സ്റ്റൈൽ എന്താണെന്ന് ഞാൻ പറയാം. സെൽ സ്റ്റൈൽ എന്ന് പറയുന്നത് നിങ്ങൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് കാണാം. നമുക്ക് ഇഷ്ടമുള്ള പോലത്തെ ഹെഡിങ്ങുകളൊക്കെ ഇവിടെ കൊടുക്കാം. ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ സെൽ സ്റ്റൈലും ഡിഫോൾട്ട് സ്റ്റൈലുകളുണ്ട്. കണ്ട കാൽക്കുലേഷൻ, ചെക്ക് സെൽ, എക്സ്പ്ലെയിനർ, ഇൻപുട്ട്, ഔട്ട്പുട്ട്, ഹെഡിങ്, ഇങ്ങനത്തെ ഇത് പെർസെൻറ്റേജ് കളറുകൾ കൊടുക്കാം. ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ നിങ്ങൾക്ക് ഇതുപോലെ ഇങ്ങനെ വേണമെങ്കിൽ സെലക്ട് ചെയ്യുക, സെൽ സ്റ്റൈൽ കൊടുക്കുക. ഉണ്ടാ ഒരുമിച്ചത് വരും. ആക്സെന്റ്, ഓൾ ഡിഫോൾട്ട് സ്റ്റൈലുകൾ ഉണ്ട്. നിങ്ങൾക്ക് തന്നെ ഒരു ന്യൂ സ്റ്റൈൽ ക്രിയേറ്റ് ചെയ്യാം. അതിൻ്റെ ഇവിടെ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ സെയിൽസ് എന്ന് പറഞ്ഞൊരു പേര് നിങ്ങൾക്ക് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു സെല്ല് കൊടുക്കാം. എന്നിട്ട് ഫോർമാറ്റ് സെറ്റ് ചെയ്യാം. ഫോർമാറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അലൈൻമെന്റ് എന്ത് വേണം. അലൈൻമെന്റ് വേണമെങ്കിൽ സെൻറ്റർ കൊടുക്കണമെങ്കിൽ അലൈൻമെന്റ് ചെയ്യാം. അതുപോലെ തന്നെ ഫോണ്ട് വേണമെങ്കിൽ ഇഷ്ടമുള്ളൊരു ഫോണ്ട് സെലക്ട് ചെയ്യാം. ഫോണ്ടിന്റെ കളർ സെറ്റ് ചെയ്യാം. ഓക്കെ. ബോർഡർ വേണമെങ്കിൽ കൊടുക്കാം. ബോർഡർ എന്ന് പറയുന്നത് ഈ സൈസ് കൊടുത്തിട്ട് വേണമെങ്കിൽ ഇങ്ങനെ സൈസ് കൊടുക്കാം. നമ്മൾ എന്നിട്ട് എന്ത് ചെയ്യുക, ഓക്കെ അടിക്കുക. അപ്പൊ അവിടെ ഈ സ്റ്റൈല് വന്നു. ഉണ്ടാ. ഇനി നിങ്ങൾക്ക് ആ സ്റ്റൈൽ വേറെ എവിടെയെങ്കിലും വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, വീണ്ടും ഇവിടെ സ്റ്റൈലിൽ ചെന്നിട്ട് കണ്ടാൽ നിങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്ന സ്റ്റൈൽ ഇവിടെ വന്നിട്ടുണ്ടാവാം. സെയിൽസ്, നമുക്ക് ഇഷ്ടമുള്ള ഒരു സ്റ്റൈൽ ഡിഫൈൻ ചെയ്യാം. കണ്ട ഇവിടെ ഞാൻ ഇവിടെ സെയിൽ സെലക്ട് ചെയ്തപ്പോൾ അത് വന്നിട്ടുണ്ട്. ഇവിടെ 2800 മാറണുണ്ടോ? നമുക്ക് ഇഷ്ടമുള്ള സ്റ്റൈൽ സെറ്റ് ചെയ്യാം. ഇപ്പൊ ഞാൻ പറഞ്ഞ ആർക്കും മനസ്സിലായില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. മനസ്സിലായോ? മനസ്സിലായി സാർ. നമുക്ക് തന്നെ സ്റ്റൈലുകൾ ഇഷ്ടമുള്ളത് ഒരു സാധനം സെറ്റ് ചെയ്തിട്ട് ആ സ്റ്റൈല് വേറെ എവിടെയൊക്കെ വേണോ അവിടെയൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാം. നമുക്ക് തന്നെ സ്റ്റൈല് സെറ്റ് ചെയ്ത് വെക്കാം. ഇതൊക്കെ വളരെ പ്രൊഫഷണലി സിസ്റ്റമാറ്റിക്കലി ചെയ്യുമ്പോൾ ആവശ്യമുള്ളതാണ്. ഓക്കെ. ഇനി എനിക്ക് ഇതിന്റെ എല്ലാ ഫോർമാറ്റും കളയണമെങ്കിൽ ജസ്റ്റ് കണ്ട ഇവിടെ ക്ലിക്ക് അല്ല ചെയ്യേണ്ടത്. ഇവിടെ തന്നെ ഏറ്റവും കോർണർ ടോപ്പിൽ ക്ലിക്ക് ചെയ്ത് എല്ലാം സെലക്റ്റഡ് ആയി. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് കൺട്രോൾ എ അടിച്ചാൽ മതി. അല്ല, കൺട്രോൾ എ അടിച്ചതല്ലോ. ആ കൺട്രോൾ എ അടിച്ച എല്ലാം സെലക്റ്റഡ് ആണ്. ഓക്കെ. ഇനി നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഇത് ഓരോ ഹെഡിങ്ങിലുള്ള ഓരോ കോളം സെലക്ട് ചെയ്യാം. ഇവിടം വരെയാണ് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടം വരെ അങ്ങനെ സെലക്ട് ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യണം, നമ്മുടെ ഫോർമാറ്റ് ഓൾ കൊടുക്കുക. ക്ലിയർ ഫോർമാറ്റ്സ്. കണ്ട ഇത്രയുള്ള പരിപാടി. ഐഡിയ കിട്ടണ്ടോ? ഇല്ല. നിങ്ങൾ ചെയ്ത് പഠിക്കണം. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വേറൊരു ഐഡിയ ചെയ്യുന്നത് വെച്ചാൽ ഇനിയിപ്പോ നിങ്ങൾ ഇതേപോലെ ഗ്രിഡ് വരണം. ഇപ്പൊ നിങ്ങൾ ഇപ്പൊ ഞാൻ ഈ സാധനം ഇവിടെ ഇങ്ങനെ സെലക്ട് ചെയ്തിട്ട് ഈ ക്ലിപ്പ് ബോർഡ് സെലക്ട് ചെയ്യാം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് എനിക്ക് വേണമെങ്കിൽ ഇവിടെ മൊത്തത്തിൽ അപ്ലൈ ചെയ്യാം. കണ്ട ഇതിപ്പോ ആർക്കെങ്കിലും മനസ്സിലായോ? ഇല്ല. മനസ്സിലായോ? സർ ഒന്നുകൂടി ഒന്ന് കാണിക്കാവോ?
അതാണ് അതിന്റെ പരിപാടി. അതായത് ഈ ഫോർമാറ്റ് ഉണ്ടല്ലോ, ഇത് മൊത്തം നമുക്ക് ഫോർമാറ്റ് പെയിന്ററിൽ സെലക്ട് ചെയ്യാം. എന്നിട്ട് ഇവിടെ കൊണ്ടുപോയി മൊത്തം സെലക്ട് ചെയ്തിട്ട് ഇവിടെ ഇത് ചെയ്യാം. അപ്പൊ മൊത്തം ഫോർമാറ്റ് ഇവിടെ വരും. അത്രയുള്ള പരിപാടി. ഇല്ലെങ്കിൽ ഇങ്ങനെ ക്ലിക്ക് ചെയ്യുക, ഇങ്ങനെ സെലക്ട് ചെയ്താൽ മതി. ഫോർമാറ്റ് പെയിന്റർ അടിക്കുക, ബിഫോർ ഫോർമാറ്റിൽ ക്ലിക്ക് ചെയ്യുക, ഇവിടെ ക്ലിക്ക് ചെയ്യുക. കണ്ട ലെഫ്റ്റിലേക്കുള്ള സാധനം കുറച്ചും കൂടി മാറ്റാം. അതാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. ഇങ്ങനെ ചെയ്താൽ മൊത്തം സെലക്ട് ചെയ്യുക, ഫോർമാറ്റ് പെയിന്റർ അടിക്കുക, ഇവിടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ ഇങ്ങനെ ഇട്ടാം. കണ്ട ക്ലിയർ? ഇല്ല, Yes. യെസ്. നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. ഞാൻ പറയണത് നിങ്ങൾ ഏതെങ്കിലും സാധനം സെയിം അപ്ലൈ ചെയ്യണമെങ്കിൽ അങ്ങനെ ഫാസ്റ്റ് ആയിട്ട് ചെയ്യാന്നാണ് ഉദ്ദേശിക്കുന്നത്. ക്ലിയറായോ? ഒരു സാധനം ഉണ്ടാക്കി, ഇപ്പൊ നിങ്ങൾ ഒരു റിപ്പോർട്ട് ഉണ്ടാക്കാണ്, ഒരു സ്റ്റേറ്റിന്റെ ഉണ്ടാക്കി, അപ്പൊ വേണമെങ്കിൽ സെയിം സാധനം എല്ലായിടത്തും ടക്ക് അപ്ലൈ ചെയ്ത് പോവാം. അല്ലാണ്ട് നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്ന പോലെ ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് ഇരുന്ന് കൈകാര്യം ചെയ്യാൻ പഠിക്കണം. കുറച്ചൊക്കെ ഒരു ഐഡിയ ആയോ? എന്താണ് ഫോർമാറ്റിംഗ്, എന്താണ് ഫോണ്ട്, എന്താണ് ഫോർമാറ്റ് സെൽ അല്ലെങ്കിൽ സെൽ സ്റ്റൈൽ, റാപ്പ്, കുറച്ചൊക്കെ ഒരു ഐഡിയ കിട്ടിയോ എല്ലാവർക്കും? ജെനുവിൻലി ഐഡിയ കിട്ടിയോ? കിട്ടി. എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്യാം. ബിഫോർ ഫോർമാറ്റ്, ആഫ്റ്റർ ഫോർമാറ്റ് ചെയ്തിട്ട് എന്നെ ഒന്ന് കാണിച്ചു തരാം എല്ലാവരും കേട്ടോ. ഞാനിപ്പോൾ റെക്കോർഡിംഗ് സ്റ്റോപ്പ് ചെയ്യാം.